എന്താ ചെയ്യ, പോകാനും സമയമായി. അത് ശരി, ഷെബിക്ക് ഇവിടെ വന്നിരിക്കുക. ഞാൻ ഒരു ഗ്ലാസ് ചായ വെച്ചിട്ട് എവിടെയൊക്കെ നോക്കും നിങ്ങളെ. ചായ എവിടെ പോയിക്കായിരുന്നു? ഞാനേ താഴത്തുനിന്ന് ചെക്കന്മാരെ കാണാൻ വേണ്ടി പോയതാ. സമയമായ ഭക്ഷണം കഴിക്കണ്ട, നിങ്ങൾ ഓരോന്നും ആലോചിച്ചിട്ട് അവിടെ ഇവിടെയും പോയിട്ട് ഇരിക്കാണ്. എന്തിപ്പോ ഇതിന് മാത്രം ചിന്തിക്കാനും ഓരോരുത്തരെ കാണാൻ പോകാനും മാത്രം ഉള്ളത്? നീ എന്തിട്ടാ പറയണത്? നിനക്കറിയാലോ, ഞാൻ എപ്പോഴും ഒരു വിരുന്നുകാരന്റെ പോലെ വർഷം ഒരു മാസത്തേക്കൊക്കെ വന്നിട്ടാണ് ഈ പോണത്. എത്ര വർഷമായി ഞാൻ ഈ അവിടെ നിൽക്കുന്നത്? 10 കൊല്ലത്തിന് മേലെ ആയില്ലേ. എപ്പോഴും വരിക തിരിച്ചു പോവുക. ഇനിയിപ്പോതാ ഒരാഴ്ച കൂടി ഉള്ളു പോവാൻ. ടിക്കറ്റിന്റെ കാര്യം നോക്കേണ്ട സമയമായി. 1 മാസത്തേക്ക് ലീവിന് വന്നു കഴിഞ്ഞാൽ 3 ആഴ്ച നാട്ടിൽ നിൽക്കുക, പിറ്റത്തെ ഒരാഴ്ച ടിക്കറ്റിന്റെ കാര്യത്തിനായിട്ട് പോടുക. ഈ 3 ആഴ്ച എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പോണത്. എനിക്ക് ടിക്കറ്റിന്റെ നമുക്ക് പോവാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ഇല്ല, ടിക്കറ്റിന്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോ തലയ്ക്ക് ഇങ്ങനെ ഭ്രാന്താവത്തി. ഇനിയിപ്പൊ എല്ലാരും കാണാണ്ട് തിരിച്ചു പോണ്ടേ. ദിവസം എടുക്കും തോറും പോവാനേ തോന്നുന്നില്ല. അതെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമുക്കിപ്പം താമസിക്കാനൊരു വീടും നമുക്കിനിയിപ്പോ പ്രത്യേകിച്ചിട്ടൊരു ചെലവോ വേറെ ഒന്നുമില്ല, കാര്യമായിട്ടുള്ള കടങ്ങളും ഇല്ല. അല്ലെങ്കിലില്ല, അന്നാടും ഉണ്ടാക്കി നമുക്ക് ജീവിക്കാനുള്ളതായിട്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വീട്ടുകാരായിട്ട് സംസാരിച്ചു നോക്കും. അങ്ങനെ പോവാനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉമ്മാനോട് ഉപ്പാനോട് സംസാരിച്ചു. എത്ര കാലം വെച്ചിട്ട് ഇനിയും പോവാ? ഇപ്പതാ 10 വർഷമായി. ഇനി പോയി 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്ന് 1 മാസത്തേക്ക് വന്ന് വീണ്ടും പോവാ. ഇതെന്താ ഇത്? ഇനി എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് വരുമ്പോ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ടേ വരുള്ളൂ. അത് അവരായിട്ട് സംസാരിക്കാണ്. എനിക്കൊക്കെ പോവാൻ താല്പര്യം ഇല്ലെങ്കിൽ പോവണ്ട. ഞാൻ അത്ര പറയണത്. എനിക്ക് നിങ്ങളെ അവസ്ഥകളും മനസ്സിലാക്കണം. എനിക്കല്ലാണ്ട് നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അവരായിട്ട് കാര്യം പറയും, ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് പോകാൻ താല്പര്യമില്ല. കുറച്ച് കാലെങ്കിലും നമുക്ക് നാട്ടിൽ നിൽക്കാലോ. പിന്നീട് നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ എന്താ വെച്ചാൽ ചെയ്തോ. ഞാൻ നിൽക്കാന്ന് പറയുന്നില്ല, പോണ്ടെന്നും പറയുന്നില്ല, പോന്നും പറയുന്നില്ല. നിക്ക തീരുമാനിച്ചോ, വീട്ടുകാരായിട്ട് സംസാരിച്ചോ, എന്താ വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ. വിഷമിച്ചിട്ട് അത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് വെറുതെ ശരീരം നാശാക്കാനൊന്നും നിൽക്കണ്ട. എന്ത് പറയാന്നറിയില്ല. നിങ്ങള് കാര്യമായിട്ട് ഉമ്മാനെ വിളിച്ച് സംസാരിക്കേ. ദോശ എടുത്ത് വെക്കാം, വായോ കഴിക്കും. ഞാന് എന്താ ചെയ്യണമെന്നൊന്നും അറിയില്ലടാ. അല്ല, നീ ഇപ്പോ ദുബായ് ക്യാൻസൽ ആക്കിയിട്ട് ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യുന്ന നാട്ടില്? എല്ലാരും പറയുന്നത് എന്ത് ബിസിനസ് ഇട്ടാലും അത് വിജയിക്കില്ല, നീ വീണ്ടും തിരിച്ചു പോണം അങ്ങനെയൊക്കെ പറയുമ്പോ മനസ്സിനൊരു ടെൻഷൻ. കാരണം നാട്ടില് നമ്മൾ കൂടാന്ന് പറഞ്ഞിട്ട് ഒന്നും ആയില്ലെങ്കില്. അതെല്ലേ. പക്ഷെ ഞാന് വീട്ടില് വൈഫിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഉമ്മാർത്തും ഉപ്പാർത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലടാ, എത്ര കാലം വെച്ചിട്ടാ ദുബായ് എന്ന് പറഞ്ഞിട്ട്. നാട്ടില് കുറച്ചു കാലം കൂടാന്ന് വെച്ച്. ഉമ്മാനോടൊന്ന് സംസാരിക്കണം. എന്താ മോനെ, ഉമ്മാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്തേ? കൊറേ കൊല്ലായിരുന്നു ഞാൻ ദുബായിക്ക് ഇങ്ങനെ പോണ്. പോണ്ടാന്ന് വെച്ചിട്ടേ. എത്ര കൊല്ലം വെച്ചിട്ട് ഇനി പോവാ? 10 കൊല്ലായില്ലേ ഞാനിങ്ങനെ പോയി ഓരോ മാസം ലീവിന് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാ ഞാൻ അവിടെ പോയി? നമുക്ക് പറയാൻ മാത്രം വലിയ കടങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അല്ല മോനെ, നീ പറയണതൊക്കെ ശരി തന്നെയാ. ഇതുവരെ നീ പോയി വീടിന്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ശരിയാണ്, ഒരു വീടൊക്കെ ആയി. എന്റെ മോൻ പോയ ശേഷമാണ്. പക്ഷെ എന്റെ മോനിക്കായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇതുവരെ. അതാണ്, നിനക്കായിട്ടൊരു 10 റുപ്യ ഉണ്ടാക്കണ്ട മോനെ. എന്താ നീ വീട്ടിലേക്കായിട്ട് നീ പറഞ്ഞ പോലെ ഒരുപാട് ചെറുപ്പത്ത് പോയി നിങ്ങളൊക്കെ നയിച്ച് ഇതൊക്കെ ചെയ്യും. ഇനിയുള്ള കാലത്തേക്ക് എന്റെ മോനക്കൊരു 10 റുപ്യ വേണ്ടേ? എന്റെ മോനക്കൊരു കുടുംബമാകാൻ പോവല്ലേ. അതാണ്, അല്ലാണ്ട് മോൻ നിൽക്കണതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതുവരെ പോയി നീ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശരിയാക്കി. ഇനി നിന്റെ കാര്യത്തിനൊക്കെയായിട്ട് ഒരു 10 റുപ്യ വേണ്ട മോനെ. അതുകൊണ്ടാണ് ഉമ്മ പറയുന്നത് എന്റെ മോൻ പോയിട്ട് കുറച്ച്
2-3 കൊല്ലമൊക്കെ നിന്നിട്ട് മോന് 10 റുപ്യ ഉണ്ടാക്കി നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് കൈത്തൊഴിൽ ചെയ്ത് ഒരു 10 റുപ്യ ഉണ്ടാക്കണ പോലെ ഇരുന്ന് കച്ചവടം ചെയ്യണ പോലെ ഒന്നുമില്ലല്ലോ മോനെ. അതുകൊണ്ടാണ് ഉമ്മ പറയുന്നത്. ഇല്ലമ്മ, എനിക്കായിട്ട് എന്തുണ്ടാക്കാനാണമ്മ? എനിക്കായിട്ടൊന്നും വേണ്ട. അത് ഉണ്ടാക്കി നമ്മളെ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിയില്ലേ മതിയായി. ദുബായ് 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 എന്ന് പറഞ്ഞിട്ട് മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടം വന്ന് നിന്നിട്ട് പോകണമെന്നല്ലല്ലോ ഒരു സന്തോഷം. കുടുംബത്തോടെ എല്ലാവരും ഒപ്പം നിൽക്കണമല്ലേ ഒരു സന്തോഷം. ഞാൻ അതാ തീരുമാനം എടുത്ത് പോകണ്ടെന്ന് പറയുമ്പോൾ ഉമ്മയാണ് ഇങ്ങനെ പറയണത്. സാലിയാണെന്നുണ്ടെങ്കിൽ ഉമ്മാത്ത് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഇവിടെ നിൽക്കണതാണ് എനിക്കും ഇഷ്ടമെന്ന് സാലി പറയണത്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അതെ, ഉമ്മ പറയണത് മോൻ കേക്ക്. നല്ലതിന് വേണ്ടിയിട്ടാ പറയണേ. മോനെ എങ്ങനെയും പോരാണ്ട് സാലിക്കുട്ടി പറയൂ. സാലിക്കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഭർത്താവ് മക്കള് അടുത്ത് നിൽക്കുമ്പോൾ അവൾക്കായാലും നിനക്കായാലും എല്ലാവർക്കും അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് സാലിക്കുട്ടി പറയൂ, നിന്റെ മോനിക്കായിട്ടൊന്നും ഇല്ല, നീ എങ്ങനെയും പോയിട്ട് ഒരു 2-3 കൊല്ലം നിന്നിട്ട് വായോ. ഇനി അത് അത്രമാത്രം കടങ്ങളും കാര്യങ്ങളും വീട്ടിന്റെ ലോണും ഒന്നും ഇല്ലല്ലോ. 10 റുപ്യ നയിച്ചത് നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പൊ ഉമ്മ പറയണത് അനുസരിക്കലുമ്മ. അതാണ് നല്ലത്. ഉമ്മ നല്ലതിനാ പറയണേ. ഇത്രയും കാലം വീട്ടിക്ക് വേണ്ടി നയിച്ച് ഇനി നിന്റെ മോനക്ക് വേണ്ടി കുറച്ച് നയിച്ചു. അതന്നെ നല്ലത്. ഭയങ്കര വെയില്. നീ എന്തിനാ ഇപ്പൊ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്ന്? അല്ലമ്മ നിക്കുമ്മ, ഞാൻ എന്റെ അവസ്ഥ എന്താ ഉമ്മ ഒന്നും മനസ്സിലാക്കാത്തത്? എന്താ നിന്റെ അവസ്ഥ മനസ്സിലാക്കില്ല എന്ന് ഉമ്മാന് പറയുന്നത്? എന്താ മനസ്സിലാകാത്തത്? എനിക്കൊക്കെ ആകണുണ്ട് മോനെ. ഉമ്മ പറയണതാണ് നിനക്ക് മനസ്സിലാകാത്തത്. എന്താ പറഞ്ഞ നിനക്ക് മനസ്സിലാകാത്തത് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഞാൻ എന്താ പറയണ്ട? ഒന്നും നീ പറയണ്ട, നീ പോകാൻ നോക്കുക. 2 ദിവസങ്ങൾ എടുക്കുമ്പോ മനസ്സ് മാറുന്നു. അത് വരുന്നവരെല്ലാവരും സ്വഭാവം അങ്ങനെയാ. അത്ര വലിയ വയസ്സൊന്നും ആയിട്ടില്ല. 10, 28, 29 വയസ്സ് തന്നെ ആയിട്ടുള്ളൂ. ഇനിയും പോയി കുറച്ചു കാലം നിൽക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോഴേക്കും പോണില്ല എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ ഇരിക്കുക. ഇതെന്താ അവള് പറഞ്ഞു തന്നാ പോകണ്ടാന്ന്? അവള് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അവളോട് പോയി ചോദിക്കട്ടെ തന്നെ. ഇതുവരെ പോണം പോണം പറഞ്ഞ കുട്ടി ഇപ്പൊ പെട്ടെന്ന് മനസ്സ് മാറാൻ കാരണം എന്താ? സാലിക്കുട്ടിയും കൂടി പറഞ്ഞിട്ടുണ്ടാവും ഇക്ക പോകണ്ടാന്ന്. സാലിക്കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. ഉമ്മാക്കൊന്നും മനസ്സിലാക്കിക്കൂടെ? എത്ര വർഷം പറഞ്ഞിട്ടാണ് ദുബായിൽ ദുബായിൽ നിൽക്കല്? നമുക്കിപ്പോ അതെ, നാട്ടിൽ നിക്ക. നമ്മുടെ കയ്യിൽ വല്ലതും വേണം, എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്. ഇതൊന്നും ഇല്ലാണ്ട് ഇനി ആ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്ത് ആ സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ട് നഷ്ടം, എന്തെങ്കിലും കച്ചവടത്തിൽ നഷ്ടം വന്നാൽ അത് മുതൽ പോയാ. അപ്പൊ അതൊന്നും വരാണ്ടിരിക്കാനാണ് മോനിക്കൊരു 10 റുപ്യ ഉണ്ടാക്കി മോനൊരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി നാട്ടിൽ സെറ്റ് ആകുക എന്ന് പറയുന്നത്. അത് ഉമ്മ പറയണത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യും. ഉമ്മ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും പറയാനില്ല. ഞാൻ അവളോട് ചോദിക്കട്ടെ എന്താ അവൾക്ക് ഇത്ര സാമർത്ഥ്യം പാടില്ല. ആരെയും പേടിയില്ല. അതാണ് ഈ കാണിച്ചുകൂട്ടലൊക്കെ. എന്തിനീ രാവിലെ തന്നെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങളെ മോൻ പറയണത് കേട്ടില്ലേ നിങ്ങള്? 10 കൊല്ലം ഗൾഫിൽ നിന്ന് ഇനി ഞാൻ പോണില്ലമ്മ, ഇനി നാട്ടിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ നാട്ടിൽ നിൽക്കാന്നാ പറയണത്. നാട്ടിൽ നിൽക്കാൻ കയ്യിൽ വല്ലതും വേണ്ടേ? ഇത്രയും കാലം അവൻ പോയി ശരിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അവര് പോയിട്ടാണ് ഇതൊക്കെ ആയത്. ഇനി അങ്ങനെയല്ല. അവനായിട്ട് ഒരു 10 റുപ്യ അവന്റെ കയ്യിൽ വേണ്ടേ? ഇത് പറയുമ്പോ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന് പെണ്ണിനെയാണ് പറയേണ്ടത്. ഇന്നലെ വരെ പോണം എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഇന്ന് അവന് മനസ്സ് മാറിയിട്ട് ഉമ്മാനോട് വന്ന് ചോദിക്കാൻ വരികയാണ്. അവർ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. കയ്യിൽ വരുന്നത് വേണ്ട. ഇനി ആ പെൺകുട്ടിയുടെ സ്വർണ്ണം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അവൻ എന്തെങ്കിലും തിരുമറി ചെയ്ത് വല്ല ബിസിനസ്സോ കച്ചവടോ ചെയ്യുകയാണെങ്കിൽ അതിന് വല്ല നഷ്ടം വന്ന് ആ സാധനം പോയി എന്താ ചെയ്യുക? അതൊന്നും വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ദിവസം പോയി നിൽക്കണം മോനെ എന്ന് പോലെ 2 കൊല്ലം 3 കൊല്ലം നിന്നിട്ട് അവന് 10 റുപ്യ ഉണ്ടാക്കിയിട്ട് വന്ന് നാട്ടിൽ വല്ല ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതാ ഞാൻ പറയുന്നത്. നല്ലത് പറയുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക മക്കൾക്ക്? ഈ എന്ത് കണ്ടിട്ടാണ് ഓരോ പറഞ്ഞിട്ട് അവര് മുന്നിൽ തള്ളി പറഞ്ഞേക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ഇത്ര കാലം ഞാൻ ഗൾഫിൽ പോയിട്ടൊക്കെയാണ് ജീവിച്ചത്. ഇവിടെ ഒക്കെ അപ്പൊ അത്യാവശ്യം കടങ്ങളൊക്കെ വീട്ടിയല്ലേ. നീ എന്തിനാ നിർബന്ധിക്കാൻ നിക്കണേ? അത്രയ്ക്ക് തല പോണ കേസൊന്നുമില്ലല്ലോ. അവ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ. നീ നിർബന്ധിച്ചിട്ട് അവനെ പറഞ്ഞേക്കൊന്നും വേണ്ട. നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം. നിങ്ങൾ ഈ സൗണ്ട് ഇട്ടിട്ട് ഇനി അവൻ കേൾക്കണ്ട. അത് നല്ല അവിടെ നിന്ന് പറഞ്ഞപ്പോ ഒന്നും മിണ്ടിയിട്ടില്ല. ഇനിയിപ്പോ ഈ ഇതും കൂടി അവൻ കേട്ടാ തീരെയും പോണാൻ പോവില്ല. നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാ? പറഞ്ഞാൽ മനസ്സിലാവില്ല. 100 കൂട്ടം കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ പറഞ്ഞാൽ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഒതുങ്ങി സമാധാനം ഇപ്പോഴാണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും 10 റുപ്യ വേണ്ടേ? അതിനാണ് ഞാൻ നല്ലതിന് പറയണേ. ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവനിരിക്കട്ടെ നിങ്ങൾ അങ്ങനെ പോയിട്ട് ഇതാക്കിയിട്ട് വന്നിട്ട് എൻ്റെ കുട്ടി പോയപ്പോഴല്ലേ ഇതൊക്കെ ആയത്. വലിയ നാട്ടിലുണ്ടായിട്ട് അങ്ങനെ ഇതാക്കി. ആവശ്യമില്ലാത്തത് നിൽക്കണ്ട നിങ്ങൾ. കുട്ടി പോയി കുറച്ച് കൊല്ലങ്ങൾ നിൽക്കട്ടെ. ചെറുപ്രായമല്ലേ? 10 റുപ്യ സമ്പാദിക്കുന്ന പ്രായവും സമയമാണ്.
അത് നാട്ടിൽ ഇതാക്കണ്ട. എന്തായാലും അവനക്ക് അവിടെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ അല്ലേ. എന്തായാലും ഇനി പോയിട്ട് വേണമെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം നിന്നിട്ട് ക്യാൻസൽ അടിച്ച് വരട്ടെ. മാസം മാസം വരുന്നുണ്ടല്ലോ. പിന്നെന്താ, അത് ഇതുപോലെ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞൊന്നുമല്ല വരുന്നേ, മാസം മാസം വരുന്നുണ്ട്. പിന്നെ എന്തപ്പോ ഇത്, ഇനി പോയൊരു 1 കൊല്ലം കഴിഞ്ഞാൽ 1 മാസം ലീവ് ഇതേ പറയുമ്പോഴേക്ക് പോകും. അങ്ങനെ നല്ല ബുദ്ധി പറഞ്ഞിട്ട് കൊടുത്തിട്ട് മോനെ പറഞ്ഞാക്കാൻ നോക്ക്. അല്ലാണ്ട് മോൻ നാട്ടിൽ നിന്നോട്ടെ, അത് എനിക്കും സന്തോഷമാണ്. എൻ്റെ മോനല്ലേ, എൻ്റെ മോൻ നാട്ടിൽ നിൽക്കുന്നത് എനിക്കിഷ്ടല്ലേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെവിടെ? അവനെ വിളിച്ചേ? നിങ്ങൾ ഇനിയിപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ടില്ലാത്ത ആവശ്യമില്ലാത്തതുപോലത്തെ ഒക്കെ വർത്താനം പറയണ്ട. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കാശിന്റെ ഇത് അവിടെ പോയി എന്തോരം കഷ്ടപ്പെടുന്നു നിൽക്കുമല്ലോ ഞാനേ കാശ് കുഴുകുത്തി ഇട്ടിക്കുക. കാശ് എന്ന് വന്നിട്ട് അല്ലെ പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നീ അത് സമ്മതിക്കുന്നില്ലല്ലോ. നിന്നോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ വന്നേ, ഞാൻ അവനെ വിളിച്ചു കൊടുക്കണ്ട. നിങ്ങൾ മോനെ, ഉമ്മ പറഞ്ഞു പറഞ്ഞിട്ട് നീ വിഷമിച്ചിരിക്കുന്നു വേണ്ടട്ടാ. നീ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് പോയാ മതി. അല്ലാതെ ഉമ്മ നിർബന്ധിച്ച് കൊണ്ട് പറഞ്ഞു വെച്ചിട്ടേ ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് നീ പോവാൻ നിൽക്കണ്ട കേട്ടാ. എനിക്കറിയില്ല ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്. ഉമ്മ അടുത്ത് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു നിനക്കായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ഇത്രയും കൊല്ലം പിന്നെ ആർക്കായിട്ടാണ് ഉണ്ടാക്കിയത്. അവള് അങ്ങനെ തന്നെ പറയാ. അത് മോൻ വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ നല്ല കണക്ക് കൊടുത്തിട്ടാ വരുന്നിപ്പോ. ഇവിടെ നിന്നാലും എന്തേലുമൊക്കെ സമ്പാദിക്കാമല്ലോ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഉമ്മാന്റെ ഉപ്പാന്റെ എല്ലാവരും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാനിവിടെ എന്തേലുമൊക്കെ പറയുമ്പോൾ ഉമ്മ എപ്പോഴും പറയല് അത് പറ്റില്ല, നീ പോണം എന്ന്. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. ആരും ഒരു സപ്പോർട്ടിനില്ല. മോനെ, ഉമ്മ സപ്പോർട്ട് ഇല്ലെങ്കിലും വേണ്ടില്ല, ഞാൻ സപ്പോർട്ട് ഉണ്ട്. പോരെ, ഞാൻ അത്രത്തോളം പറഞ്ഞിട്ടാ വന്നിരിക്കണം. ഇപ്പൊ ഇവിടെ നിന്നിട്ട് വല്ല ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊക്കെ അതിനോട് സഹായം ഉണ്ടാവും. പിന്നെ ഉമ്മ എന്തെങ്കിലും പറയണെങ്കിൽ മോനെ നല്ലത് വേണ്ടി പറഞ്ഞിട്ടുണ്ടാകുക. പിന്നെ പെട്ടെന്ന് പോകാന്ന് പറയുമ്പോൾ ഒരു ദേഷ്യം മോനുണ്ടാവും ഉമ്മാട്. പക്ഷെ അതൊന്നും വേണ്ട. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം കേട്ടാ. മോൻ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അമ്മോട് ഒന്നും കൂടെ കാര്യം പറഞ്ഞിട്ടേ മനസ്സിലാക്കാം കേട്ടാ. ഉമ്മ പറയണതും അങ്ങനെ പറയുന്നുണ്ട്, ഉപ്പ പറയണതും കാര്യം തന്നെ. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാ? ശരിക്കാ അതെ, ഇതില് നിങ്ങള് വിസക്ക് മറ്റേ ടിക്കറ്റിന് പൈസ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇക്കാടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അല്ല, ഉമ്മാനായിട്ട് സംസാരിച്ചാ? എന്താ പറഞ്ഞു? ഉമ്മാനായിട്ട് സംസാരിച്ചു. ഉമ്മ പറയണത് എങ്ങനെയും പോയി 2 കൊല്ലം നിൽക്ക്, നിനക്കായിട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഉമ്മ പറയണത്. ഞാനിപ്പോ എന്താ ചെയ്യാ? ഉപ്പയാണെങ്കിൽ വന്നിട്ട് പറയണു സമാധാനപ്പെടുത്തുന്നു, എന്റെ മോനെ പോവാൻ താല്പര്യം ഇല്ലെങ്കിൽ പോണ്ട, അങ്ങനെയൊക്കെ ഉപ്പ പറയണം. ഉമ്മയാണെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. എന്നിട്ടിപ്പോ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അതന്നെ ഞാൻ എന്ത് ചെയ്യണ, എന്താ ചെയ്യേണ്ടത് ഒന്നും ഒരു പിടുത്തം കിട്ടണില്ല. ഉമ്മാനെയാണെന്നുണ്ടെങ്കിൽ പോവാണ്ടിരുന്ന ഉമ്മാക്കത് വിഷമം. ഇപ്പയാണെന്നുണ്ടെങ്കിൽ എന്റെ മോനെ അവിടെ പോയിട്ട് എന്തെങ്കിലും കഷ്ടപ്പെടുന്ന ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഉപ്പ ഞാൻ സപ്പോർട്ട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഉമ്മാന്റെ ഉപ്പാന്റെ തീരുമാനങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും തോന്നണുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തോ. എന്താ തോന്നണോ അതുപോലെ ചെയ്തോ. ഇല്ലാണ്ട് അവര് പറയുന്നിട്ടൊന്നും എല്ലായ്പ്പോഴും എല്ലാ പ്രവാസികളുടെയും ഒരു സങ്കടമാണ് ഈ പോവാനാകുമ്പോൾ ഉള്ള ഈ ഒരു വിഷമം. ടിക്കറ്റ് എടുക്കുന്ന സമയമാകുമ്പോൾ ഒരു വിഷമം, പിന്നെന്താ ദിവസം അടുക്കും തോറും ഉള്ളൊരു വിഷമം ഒക്കെ പ്രവാസികൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒക്കെ ഈ പ്രവാസികൾക്ക് പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യാന്നൊരു കുറ്റമില്ല. നിങ്ങൾ ആ ടിക്കറ്റുകാരുടെ അടുത്ത് വേണ്ടെന്ന് പറയും. കുറച്ച് ദിവസം കൂടെ നിൽക്കാനോ കുറച്ച് കാലം. ആരെന്ത് പറഞ്ഞാലും എന്റെ നല്ലതിനല്ലേ പറയണത്. ഉമ്മയായാലും ആരായാലും എന്റെ നല്ലതിനല്ലേ, എന്റെ മോശത്തിന് ആരും ഒന്നും പറയില്ലല്ലോ. ഞാനൊരു 2 കൊല്ലം പോയി നിന്നിട്ടേ 2 കൊല്ലം കൂടി പോയി നിന്നിട്ട് വരാം. അതാ നല്ലത്. തീരുമാനം ഇല്ല, എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അതിനല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? പണ്ടത്തെ പോലെ കൂലി പണിക്ക് പോവാൻ. അവിടെയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം മാസം ശമ്പളമാണ്. 2 കൊല്ലം കൂടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങണം. കാരണം എൻ്റെ വേറെ പൈസ ഒന്നും ഇല്ല. ഉമ്മ പറഞ്ഞ പോലെ എന്റേതിനായിട്ട് ഞാൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ലല്ലോ. ഉമ്മ പറഞ്ഞ പോലെ 2 കൊല്ലം കൂടി നിന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി. ഞാനതന്നെ, നിങ്ങൾ ഇഷ്ടം പോലെ എന്താ ചെയ്തു. ഞാൻ നിൽക്കൊന്നും പറയണില്ല, പോണ്ടെന്നും പറയണില്ല. എന്താ ഇക്കാക്ക് തോന്നുന്ന പോലെ ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. ഉമ്മ പറയണേലും കാര്യമുണ്ട്. നമ്മള് നിൽക്കണില്ല, എന്ത് ചെയ്യാനും നമ്മളതിലൊന്നുമില്ല. പിന്നെ പണ്ട് എന്തെങ്കിലുമൊക്കെ തിരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലേക്ക് ആ ബിസിനസ് ചിലപ്പോ ഒന്ന് ഫെയിൽ ആയാലോ.
അതാ ഞാൻ പറയണത്, സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഉണ്ടാക്കി എന്തെങ്കിലും ബിസിനസ് ചെയ്യും. പിന്നെ ടിക്കറ്റിൻ്റെ അടുത്ത് പറഞ്ഞൊരിടത്ത് ടിക്കറ്റ് എടുത്ത് അയക്കാൻ പറയാം. എന്തായാലും പോണ കാര്യം തീരുമാനമായിട്ട്. ശരി, എന്നാ അങ്ങനെ ചെയ്തോളി. എന്നാ ശരി.